നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സുകന്യ കൃഷ്ണമംഗലത്തെ എല്ലാവരോടും അലോക ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒടുവിൽ സുകന്യ പറഞ്ഞു, അല്ല അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ അറിയണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അനന്തം പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കും സുകന്യ എവിടെയെന്ന് പറഞ്ഞു. അലോകിനോട് പറഞ്ഞു, നീ ചെയ്ത ക്രൂരത ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. സത്യം പറയടാ, നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അല്ല ഇതെന്താ ഇപ്പൊ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമില്ലേലും അവന്റെ മുറപ്പെണ്ണല്ലേ അനു. അപ്പൊ അവളെ കാണാൻ പോയത് മുറപ്പെണ്ണ്. എടാ, അതിന് അവള് സമ്മതിച്ചിട്ടുണ്ടോ? ഉം, അല്ല അത് പിന്നെ വല്യച്ഛ, ഞാൻ കൂടുതലൊന്നും നീ പറയണ്ട. ഇത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, എടാ വല്യച്ഛനോട് ക്ഷമ പറയടാന്ന് പറഞ്ഞു. സോറി വല്യച്ഛന്ന് പറഞ്ഞു. എന്നോട് ക്ഷമയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയത്തില്ല. അവര് വല്ല കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അകത്ത് പോയി കിടക്കേണ്ടി വരും. അറിയാലോ, ഒരു കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയേക്കുന്നെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനന്തനകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് അലോക് രാജശ്രീയെ നോക്കി. പിന്നീട് ഓരോരുത്തർ അവരുടെ മുറിയിലേക്ക് പോണ സമയത്ത് സുകന്യ ആലോചിച്ചു, താൻ പറഞ്ഞിട്ടാണോ അപ്പൊ ഈ വീട്ടിലുള്ളവർ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത്? അപ്പൊ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ആയിരുന്നില്ലോ അനന്തേട്ടൻ പറഞ്ഞേ. അലോക് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞെന്നായിരുന്നല്ലോ. സുകന്യക്കൊന്നും ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതേ സമയം ദേവമംഗലത്ത് മുറിയിലിരുന്ന് കരയുവാണ് അനുമോള്. എല്ലാത്തിനും കാരണം താനാണ്. താൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ദേവി ചേച്ചിയുടെ കുഞ്ഞു പോയി. അതുപോലെ തന്നെ ആനന്ദേട്ടനൊക്കെ സമനില തെറ്റിപ്പോലെ നടക്കണേ. എല്ലാത്തിനും കാരണം താനല്ലേ. താൻ ഒരുപക്ഷെ അലോകുമായിട്ട് ഇഷ്ടത്തിലായിരുന്നില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അവൻ ഈ വീട്ടിലേക്ക് വരാതിരിക്കുമായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന വീടാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അനുവിന്. ഇതേ സമയത്ത് ബാലന് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ബാലൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. എന്താ ബാലേട്ടാ എന്ന് ചോദിച്ചു. ആ സമയത്ത് ബാലന്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ആ അനുവിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവളെ എത്രമാത്രം സ്നേഹത്തോടും കരുതലോടും കൂടിയിട്ട് വളർത്തി വലുതാക്കി വന്നതാ. താൻ രാവിലെ നടക്കാൻ പോയിട്ട് വരുന്ന കഴിയുമ്പത്തിന് ഓടി വരും അവള്. തന്റെ കയ്യിലിരിക്കുന്ന പലഹാരപ്പൊതിയൊക്കെ മേടിച്ചോണ്ട് പോകും. അത് മാത്രമല്ല, താൻ കണക്കെഴുതുന്ന സമയത്താണെങ്കിലും അവള് കൂടെ കൂടും. പിന്നീട് അവളായി കണക്കെടുത്തും കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാരും അടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും അവൾ ഇന്ന് വരെ നുള്ളി നോവിച്ചിട്ട് പോലില്ല. ബാലേട്ടനോട് ചോദിക്കുന്നത് എന്തു പറ്റി? ബാലേട്ടൻ എന്തിനാ സങ്കടപ്പെട്ട് കരയണമെന്ന് ചോദിച്ചു. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു ഗോമതി. അനുവിന് ഇതെങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് ചോദിച്ചു. നമ്മളെല്ലാരും അവള് ചതിക്കുമല്ലേ ചെയ്തേ. ബാലേട്ട, അത് കഴിഞ്ഞില്ലേ, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞെന്ന് എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ എത്രമാത്രം സ്നേഹത്തോടെ ഞാൻ കൊണ്ടുവന്നിരുന്നേ. ബാക്കി എല്ലാരെയും ശാസിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യണ സമയത്ത് അവളൊന്നും ഉള്ളിൽ നോച്ചിട്ട് പോലുമില്ല. ശാസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്വയം ശാസിച്ചു. കാരണം എനിക്ക് അവൾ അത്ര പ്രിയപ്പെട്ടതായിരുന്നു. ഒടുവിൽ നമ്മളെല്ലാരും ചതിച്ച് അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്തില്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് അനു ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായിരുന്നു. അനുവിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ കാരണമുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. താന് ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ കുഞ്ഞൊന്നും നഷ്ടപ്പെടത്തില്ലായിരുന്നു. തന്റെ അവിവേകമാണ് എല്ലാത്തിനും കാരണം. ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നീട് അനു നേരെ ബാലന്റെയും ഗോമതിയുടെയും മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്താണ് അകത്ത് ഈ സംസാരം കേൾക്കണേ. ബാലനും ഗോമതിയും നമ്മളെ സംസാരം കേൾക്കണേ. പെട്ടെന്ന് അനു ഒരു നിമിഷം അവിടെ നിൽക്കുകയാണ്. ഗോമതി പറഞ്ഞു, ബാലേട്ട, ഇനിയിപ്പം അനുവിനെ കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവളെ ചീത്ത പറഞ്ഞിട്ട് ഒന്നിനും കാര്യമില്ല. നടക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലേന്ന് ചോദിച്ചു. എന്നാലും ഗോമതി, അവളല്ലേ കാരണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേവിയുടെ വയറ്റി വളരുന്ന കുഞ്ഞില്ലാതായി. ആനന്ദിന്റെ അവസ്ഥ കണ്ടോ? ശ്രീദേവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എല്ലാത്തിനും അവൾ ഒറ്റയൊരുത്തിയല്ല കാരണം. അവളൊന്ന് വിവേകപൂർവ്വം ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തേലുമൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു, അത് പിന്നെ ബാലേട്ട, നീ അവളെ ന്യായീകരിച്ച് പറയൊന്നും വേണ്ട. തല്ലു കൊടുക്കേണ്ട സമയത്ത് തല്ലു കൊടുത്ത് വളർത്താത്തതിന്റെ കുഴപ്പം അവള് കാണിച്ചത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും ജീവിതത്തില് എനിക്കറിയില്ല. എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നില്ല. എനിക്ക് മരിച്ചാലോ എന്ന് തോന്നുവാന്ന് പറഞ്ഞു. ബാലേട്ട, ഇങ്ങനെ തളർന്നു പോലെ ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിന്റെ വേദന അത് നമ്മൾ തന്നെ താങ്ങണ്ടല്ലേന്ന് ചോദിച്ചു. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വേദന ഒരിക്കലും താങ്ങാൻ പറ്റില്ല ഗോമതി. എന്റെ മോൾ അങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തിരിക്കുന്നേ. ഒരുത്തനെ വിളിച്ച് മുറിയിലേക്ക് കയറ്റി. എന്നിട്ടോ അവൻ കാരണം ഈ കുടുംബത്തിന് സന്തോഷ സമാധാനം ഒറ്റയടിക്ക് തീർന്നുപോയി. നമ്മൾ എന്തൊക്കെ പ്രതീക്ഷ കൊടുത്ത് അവളെ വളർത്തിക്കൊണ്ട് വന്നത്. ഒടുവിൽ നമ്മുടെ നെഞ്ചിൽ തന്നെ അവള് ചവിട്ടി പോയില്ലേന്ന് ചോദിച്ചു. ഗോമതി പറഞ്ഞു, ബാലേട്ട, ഇനിയിപ്പൊ തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അനുവിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇനിയിപ്പോ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? പുറത്ത് ആൾക്കാരെ അറിയിക്കാന്നല്ലാതെ അതുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനു പിന്നീട് അവിടെ നിന്നില്ല.
മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. മുറി ചെന്ന് അനു ഇങ്ങനെ ആലോചിച്ചിരുന്ന് കരയുവാണ്. അച്ഛൻ പറഞ്ഞ വാക്കുകളായിരുന്നു, ബാലൻ പറഞ്ഞ വാക്കുകളായിരുന്നു അനുവിന്റെ മനസ്സ് നിറയുണ്ടായിരുന്നേ. എല്ലാത്തിനും കാരണം അവളാണ് ഈ ചതി ചെയ്തേ. ഇനി ഞാൻ ജീവിച്ചിരിക്കണമെന്ന് പോലും എനിക്കില്ലാന്ന്. അപ്പൊ താൻ ചെയ്ത ക്രൂരത കൊണ്ട് ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരായിട്ട് നശിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനും കാരണം താൻ ഒറ്റ വരുത്തിയ. താൻ അങ്ങോട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ തീരുന്ന ആ പ്രശ്നമല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തന്റെ നിരപരാധിത്വം എല്ലാവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണ്ടേ? അല്ല, താൻ വിളിച്ചിട്ടല്ല അവൻ വന്നിരുന്നേ. ഒരു പക്ഷേ എങ്കിൽ അവനോട് താൻ വരണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ വന്നു കഴിഞ്ഞ് ഉടനെ പോകുമായിരുന്നു, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എത്ര പറഞ്ഞാലും അവന്റെ തലയിലേക്ക് കയറിയതുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അച്ഛനൊക്കെ അത്ര വിഷമത്തില. ആരും ചേട്ടനും ആകാശേട്ടനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വെറുതെ വിടാനും പോകുന്നില്ല. എല്ലാവരുടെ മുന്നിൽ താൻ കുറ്റക്കാരിയായിട്ടിരിക്കുകയാണ്. അനുവിന് ടെൻഷൻ സഹിക്കാൻ പറ്റിയില്ല. വല്ലാത്ത സങ്കടമായി. ഒടുവിൽ അനു പോയി ഒരു പേനയും പേപ്പറും ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ പേനയും പേപ്പറും എടുത്ത് ആത്മഹത്യക്കുറിപ്പ് എഴുതുക. അതെ, എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ഇനി അർഹതയില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അച്ഛാ. അച്ഛൻ്റെ അനു ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അവനെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പക്ഷേങ്കിൽ അച്ഛനൊന്നും ധിക്കരിച്ച് ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയത്. അതിനൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ ക്ഷമ വെക്കണമെന്ന് അറിയത്തില്ല. എന്നാലും എൻ്റെ അച്ഛൻ എന്നോട് പൊറുക്കണം. ഞാൻ മനഃപൂർവ്വം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യക്കുറിപ്പ് എഴുതി അവിടെ വെച്ചിട്ട്, ആ കട്ടിലേ വെച്ചിട്ട് അതിന് പോയി അവിടെ കത്തി എടുത്തോണ്ട് വരുവാണ്. കത്തി എടുത്തോണ്ട് വന്ന് കുറേ സമയം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിന്നിട്ട് ആ കത്തി വെച്ച് തൻ്റെ വേഗം കട്ട് ചെയ്യാനായിട്ട് അങ്ങ് ഒരുങ്ങുവാണ്. അങ്ങനെ കണ്ണടച്ച് ഒരു നിമിഷം നിന്നു. കണ്ണിൽ കൂടെ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അച്ഛനും അമ്മയുടെയൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തു. ഒരു പക്ഷെ താൻ ഇല്ലാതായി തീരുന്നോടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നൊരു ചിന്തയായിരുന്നു അപ്പോഴ അനുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. അതേ സമയത്ത് കഥകൾ ഒരു മുട്ട് കേൾക്കുകയാണ്. അനു പെട്ടെന്ന് ഞെട്ടിപ്പോയി. കത്തി അങ്ങോട്ട് മാറ്റി തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി. കഥ തുറന്നു കഴിഞ്ഞപ്പോൾ മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അനു ഒന്ന് പതറി. മീനാക്ഷി ചോദിച്ചു, എന്താ അനു, എത്ര സമയമായി ഞാൻ കഥയെ മുട്ടുന്നു, നിനക്ക് എന്താ ഇത്ര തുറക്കാൻ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. അല്ല, അത് ഞാന്. മീനാക്ഷിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. മീനാക്ഷി പെട്ടെന്ന് അകത്തേക്ക് കയറി വരുവാണ്. അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നീ ഇത് എന്തെടുക്കുവായിരുന്നു, നീ മുറിക്കാത്തെന്ന് ചോദിച്ചു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോട് കൂടിയിട്ടാണ് അനു കഥവ് തുറന്നു കൊടുത്തിരുന്നത്. അപ്പം മീനാക്ഷിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബെഡിൽ ഒരു കത്തിരിക്കുന്നു കണ്ടു. അതിനകത്ത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പം മീനാക്ഷി അവളുടെ അടുത്തേക്ക് പാഞ്ഞു എന്നിട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങണം. ഒറ്റ എണ്ണം അങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ലോ. നീ മരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണോ ഇവിടെയുള്ളവർക്ക്? നീ മരിച്ച എല്ലാ പ്രശ്നവും തീരും നിനക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനു പറഞ്ഞു, എല്ലാത്തിനും കാരണം ഞാനല്ലേ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട്. നീ മരിക്കണതാണോ? നീ മരിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഇവിടെ സന്തോഷം ഉണ്ടാവുമോ? ചേച്ചി, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അച്ഛനൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാരണമുള്ള ഇത്തരം വേദനകളൊക്കെ ഉണ്ടായെന്നോർത്തുണ്ട് എനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ചേച്ചി. ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. മോളെ, നീ അങ്ങനെ സങ്കടപ്പെടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് മീനാക്ഷി. ചേച്ചി, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അലോകനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല. എൻ്റെ നിരപരാധിത്വം എനിക്ക് അച്ഛൻ്റെ മുന്നിൽ വെളിപ്പെടുത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ. മരിച്ചു കഴിഞ്ഞാലെങ്കിലും അച്ഛൻ എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടൂല്ലോ. മോളെ, നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് സമാധാനം ആവുമോ? പിന്നെ കൂടുതൽ ദുഃഖത്തിലേക്ക് പോകത്തുള്ളൂ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും. കുഞ്ഞു പോയി വിഷമത്തിലിരിക്കും എല്ലാവരും. അപ്പൊ അതിൻ്റെ കൂടെ ഇതും കൂടെ ആയിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും കുടുംബത്തിന്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അവളെ, അനുവിനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുപരി കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.